വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ സന്നാഹ മത്സരം നാളെയാണ്. ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ എതിരാളികൾ. നാളത്തെ മാച്ച് നമുക്ക് ടി വിയിൽ കാണാൻ സാധിക്കും. രാത്രി 8 മണിക്കാണ് മത്സരം. ഏത് ചാനലിലായിരിക്കും കളി നടക്കുന്നത്? നാളത്തെ ടീമിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് മാച്ചിൻ്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശ് ഒരു എതിരാളിയായിരിക്കില്ല. T20 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിന് ഇന്ത്യ എപ്പോഴും തോൽപ്പിക്കാറുണ്ട്. നാളത്തെ മാച്ചും ഇന്ത്യ തന്നെ ജയിക്കാനാണ് സാധ്യത. വിരാട് കോഹ്ലി നാളത്തെ മാച്ചിൽ കളിക്കില്ല. 3-ാം നമ്പറിൽ കോഹ്ലിക്ക് പകരം സഞ്ജുവാണ് കളിക്കാൻ പോകുന്നത്. നാളത്തെ മാച്ചിൽ ഋഷഭ് പന്തും സഞ്ജുവും ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയും ജയ്സ്വാളും കളിക്കും. 3-ാം നമ്പറിൽ സഞ്ജുവും 4-ാം നമ്പറിൽ സൂര്യകുമാറുമാണ് ബാറ്റ് ചെയ്യുന്നത്. വിക്കറ്റ് കീപ്പറായിട്ട് ഋഷഭ് പന്തുണ്ട്. ഫിനിഷറായിട്ട് ശിവൻ ദുബെയാണ് ടീമിൽ എടുത്തിരിക്കുന്നത്. അതുപോലെ ഹാർദിക് പാണ്ഡ്യയുമുണ്ട്. മികച്ച ഒരു ടീമുമായിട്ടാണ് ഇന്ത്യ നാളത്തെ മാച്ചിന് ഇറങ്ങാൻ പോകുന്നത്. അമേരിക്കൻ മണ്ണിൽ ഇന്ത്യ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. നാളത്തെ മത്സരം രാത്രി 8 മണിക്കാണ് തുടങ്ങുന്നത്. കളി നമുക്ക് സ്റ്റാർ സ്പോർട്സ് എന്ന ചാനലിൽ ലൈവ് കാണാൻ സാധിക്കും. അമേരിക്കൻ പിച്ച് ഇന്ത്യൻ താരങ്ങൾക്ക് എങ്ങനെ വഴങ്ങുമെന്നത് നാളെ നോക്കി തന്നെ കാണേണ്ടി വരും. നാളത്തെ മാച്ചിൻ്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ മുന്നോട്ടുള്ള യാത്ര. അപ്പോൾ നാളത്തെ സന്നാഹ മത്സരത്തിലുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, സഞ്ജു സാംസൺ, സൂര്യ, ഋഷഭ് പന്ത്, ശിവൻ ദുബെ, പാണ്ഡ്യ, ജഡേജ, കുൽദീപ് യാദവ്, ബുംറ, സിറാജ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. ബംഗ്ലാദേശ് യുവതാരങ്ങളുമായിട്ടാണ് T20 വേൾഡ് കപ്പിന് വേണ്ടി വന്നിരിക്കുന്നത്. നാളത്തെ മാച്ചിൽ സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വേൾഡ് കപ്പിൽ ഒരു മലയാളി കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആരാധകരും ഹാപ്പിയാണ്. ഇപ്രാവശ്യത്തെ T20 വേൾഡ് കപ്പ് മലയാളികൾക്ക് സ്പെഷ്യലാണ്. അതിന് കാരണം സഞ്ജുവാണ്. അപ്പോൾ നാളത്തെ മാച്ചിൽ ഇന്ത്യ ജയിക്കുമോ ബംഗ്ലാദേശ് ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.